ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് പ്രാവ്. ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. യോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ ശിരസിന് മുകളിലേക്ക് വരികയാണ്. സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തി ജന്മപാപത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ കർമ്മപാപത്തിൽ നിന്നും കൂടി മോചനം പ്രാപിക്കുന്നു. മാത്രമല്ല, ആ വ്യക്തി ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു, ദൈവത്തിൻ്റെ മകളായി രൂപാന്തരപ്പെടുകയാണ്, മകനോ മകളോ ആയി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുന്നത് സ്വർഗം തുറന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് ഈശോയെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പിന്നീട് നയിക്കുകയാണ്. അതെന്തിനാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനാണ്. മരുഭൂമിയിൽ പോയി ഈശോ ധ്യാനിച്ച വിഷയം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം മരുഭൂമിയിൽ ഈശോ ധ്യാനിക്കുന്നത് അതുതന്നെയാണ്. എന്താണോ ഈശോ ധ്യാനിച്ചത്, ആ ധ്യാനത്തെ അസ്വസ്ഥപ്പെടുത്താൻ സാത്താൻ കടന്നു വരികയാണ്. താൻ ദൈവപുത്രനാണ്, ദൈവപുത്രനാണ് എന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വന്നിട്ട് സംസാരിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഒന്നോർത്ത് നോക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ കല്ലുകളെ അപ്പമാക്കാൻ വന്നവനല്ല, തന്നെത്തന്നെ അപ്പമായി ലോകത്തിന് കൊടുക്കാൻ വന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പം അതുകൊണ്ട് ഈശോ താൻ ആരാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന വേളയിൽ സ്വന്തം നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ആഴമായ ഒരു ബോധ്യമാണത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈശോയ്ക്ക് മാത്രമല്ല, മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ആ ചിന്തയിൽ ജീവിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കണം എന്ന ചിന്ത ഉണ്ടാവുക. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമുള്ളവരുണ്ട്, സമാധാനത്തിൻ്റെ ദാരിദ്ര്യമുള്ളവരുണ്ട്, സമ്പത്തിൻ്റെ ദാരിദ്ര്യമുള്ളവരുണ്ട്, ആഹാരത്തിന് കുറവുള്ള ആളുകളുണ്ട്, വസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയമായ ദാരിദ്ര്യമുണ്ട്, ഭൗതികമായ ദാരിദ്ര്യമുണ്ട്. ഈ രണ്ട് തരത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളോട് സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് കടമയുണ്ട്. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കേണ്ടതും അതിനുവേണ്ടി തന്നെയാണ്. മനുഷ്യരിലേക്ക് ഇറങ്ങി വരുവാൻ, അവൻ്റെ ആവശ്യങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് കടന്നു വരുവാൻ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് എന്നതാണ് വലിയൊരു സത്യം. നന്മ ചെയ്യുന്ന, അതായത് മനുഷ്യനു നന്മ ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്.
ചില ആളുകൾ അതറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിലർ പറയുന്നത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ ബലം കൊണ്ട്, എൻ്റെ അധികാരം കൊണ്ട് ഞാൻ മനുഷ്യർക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ ചെയ്യുന്നതല്ല പ്രിയരെ. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് മനുഷ്യനോട് താല്പര്യവും സ്നേഹവും ഉണ്ടാകുന്നത്. മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണ്. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം പ്രാവ് ആണ് എന്നാണ്. ഈ പ്രാവിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രാവ് വളരെ ഉയരങ്ങളിൽ കൂടുകൂട്ടി, ഈ പ്രാവ് ആരും ഈ മുട്ടയെടുക്കരുത്, കുഞ്ഞുങ്ങളെ എടുത്ത് നശിപ്പിച്ച് കളയരുത് എന്ന ചിന്തയോടെ പ്രാവ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പ്രാവിനുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ഒരു ആൺപ്രാവിന് ഒരു പെൺപ്രാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ആൺപ്രാവും പെൺപ്രാവും കൊക്കുരുമി മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും ഒരു പ്രാവ്, ആൺപ്രാവോ പെൺപ്രാവോ ചത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആൺപ്രാവ് വേറൊരു പെൺപ്രാവിൻ്റെ പിന്നാലെ പോകുന്ന പരിപാടിയില്ല. ഈ പെൺപ്രാവ് വേറൊരു ആൺപ്രാവിൻ്റെ കൂടെ പോകുന്ന പരിപാടിയില്ല. തന്നെ കൊത്തി ചാകുന്ന ഒരു രീതിയാണ് പ്രാവിനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയാണ് പ്രാവിനുള്ളത്. പ്രാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എങ്കിൽ ആരും കടന്നു വരാത്ത സ്ഥലത്താണ് പ്രാവ് കൂടുകൂട്ടി മുട്ട വിരിച്ച് ആ കുഞ്ഞിനെ വളർത്തുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവുമായി നമുക്ക് ബന്ധമുണ്ടായാൽ പരിശുദ്ധാത്മാവിനോട് മാത്രമായിരിക്കണം നമ്മുടെ ബന്ധം. പിന്നെ പാപവുമായി നമുക്കൊരു ബന്ധമില്ല പ്രിയരെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റ് തിന്മയുടെ കൂട്ടുകെട്ടുകളില്ല. തിന്മയുമായി ബന്ധം ചേരാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റും. തന്നെയുമല്ല, ഈശോ യോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മളും പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു എന്നതാണ്. എങ്ങനെയാണ് കാഴ്ചപ്പാട് മാറുന്നത്? ഈശോ മരുഭൂമിയിൽ എത്തുമ്പോൾ, സാത്താൻ പരീക്ഷിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈശോയുടെ ഉള്ളു മുഴുവനും ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പഴയ നിയമ വചനങ്ങളെല്ലാം ഈശോയുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാത്താൻ വന്ന് എന്നെ കുമ്പിട്ട് ആരാധിക്കണം എന്ന് പറയുന്ന അവസരത്തിൽ ദൈവം പറയുന്ന വാക്കുണ്ട്, ഈശോ പറയുന്ന ഒരു വാക്കുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന്. സമറിയാക്കാരി സ്ത്രീയോട് ഈശോ സംസാരിക്കുകയാണ്. ജീവജലത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ആ സംസാരം അവസാനിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ആരാധനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ ആരാധിക്കാൻ കഴിവുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. ദൈവത്തെ ആരാധിക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാ പ്രിയരെ. ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അങ്ങനെ നയിക്കുമ്പോൾ രാത്രിയിൽ ദീപസ്തംഭം, പകല് മേഘസ്തംഭം അവർക്ക് സംരക്ഷണമായി തണലായി നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വഴി നടത്തിപ്പാണത്. പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതികൂലമായ സാഹചര്യത്തിലൊക്കെ അവർ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ മക്കളെ മോശ വഴി ദൈവം നേടിയെടുക്കുമ്പോൾ മോശയുടെ കൈ ഉടുപ്പിനുള്ളിലേക്ക് വെച്ച് പുറത്തേക്കെടുക്കുമ്പോൾ അത് കുഷ്ഠമായി തീരുകയാണ്. വീണ്ടും കൈ ഉള്ളിലേക്ക് വെച്ച് പുറത്തേക്കെടുക്കുമ്പോൾ സാധാരണ കൈയായിട്ട് മാറുന്നു. മോശയുടെ കയ്യിലിരിക്കുന്ന വടി താഴെയിടുമ്പോൾ അത് പാമ്പായി മാറുന്നു. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി മോശയ്ക്ക് ലഭിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ തന്നെയാണ്. അതായത്
ദൈവത്തിൻ്റെ ശക്തി മനുഷ്യ വ്യക്തികളിലൂടെ പ്രകടമാകുന്നതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുക. മോശയിൽ ഈ ശക്തി പ്രകടമായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ആകമാനം മാറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് എണ്ണ. എണ്ണയും ഒരു ശക്തിയാണ്. 1 സാമുവേൽ 9-10 അധ്യായങ്ങളിൽ തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന് ഏറ്റ മുറിവുകൾ ഉണക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തൊരു മുറിവുണ്ടായാൽ അല്പം എണ്ണയോ ലേപനമോ പുരട്ടിക്കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു മുറിവുണ്ടായാൽ ഈ മുറിവ് ഉണക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. എത്ര ആഴമുള്ള മുറിവാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണക്കും. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോട്ടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഒരു സഹോദരൻ സംസാരിക്കാനായിട്ട് വന്നു. ആ സഹോദരൻ്റെ പെങ്ങൾ ഒരു കന്യാസ്ത്രീയാണ്. വടക്കേ ഇന്ത്യയിൽ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. ആങ്ങളയെ ധ്യാനം കൂട്ടി നന്നാക്കാൻ വേണ്ടി നാട്ടിൽ വന്നതാണ്. അങ്ങനെ ആങ്ങളെയും കൂട്ടി പോട്ടെ ആശ്രമത്തിലെത്തിയതാണ്. ആ സിസ്റ്റർ എൻ്റെ അടുത്താണ് കൗൺസിലിങ് വന്നത്. കൗൺസിലിങ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ ആങ്ങളയുണ്ട്, ആങ്ങളെ ഒന്ന് കൊണ്ടുവരട്ടെ. അതിനെന്താ, വരാൻ പറയൂ. അങ്ങനെ ആങ്ങളെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ നിപ്പും ഭാവവും കണ്ടപ്പോൾ ആളത്ര പന്തിയല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ പോയിക്കൊള്ളൂ, ഞാൻ ഇവന് വേണ്ടി സംസാരിക്കാം. സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇരിക്ക്. അവൻ എന്നോട് പറഞ്ഞു, സൗകര്യമില്ലെന്ന്. ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു, മോനെ ഇരിക്ക്. എന്നെ മോനെ എന്നൊന്നും വിളിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ എന്താ ചെയ്യുന്നത്? ഈ പയ്യൻ മറുതലിക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തന്നു, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചോളാൻ. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ച് കണ്ണ് തുറന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കണ്ണ് ഇറുക്കിയടച്ചു. അവൻ അവിടെ ഇരുന്നു, ഞാനും അവിടെ ഇരുന്നു. കണ്ണടച്ചിരിക്കുന്ന അവൻ പറയുകയാണ്, ഞാൻ കൊല്ലും. ആരെയാണെന്നറിയാൻ പാടില്ല, എന്നെയാണോ ആരെയാണെന്നറിയില്ല. ഞാനതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കൊല്ലു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അല്പം പുറകോട്ട് കസേര മാറ്റിയിട്ടു. ഞാൻ മാറ്റിയിട്ട് ഇരിക്കുന്നത് അവൻ കാണുന്നില്ല, കണ്ണടച്ചിരിക്കുകയാണല്ലോ അവന്. ഏതായാലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ കൊല്ലും. ഞാൻ അല്പം കൂടെ പുറകോട്ട് മാറിയിരുന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറയാം, ഞാൻ അവളെ കൊല്ലും. ഞാൻ പെട്ടെന്ന് അവനെ തോണ്ടി എഴുന്നേൽപ്പിച്ചു. ഏതായാലും എന്നെയല്ല അവൻ കൊല്ലാൻ പോകുന്നത്, ഏതോ ഒരാളെയാണ്. നീ അവളെ കൊല്ലു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കണ്ണടച്ചിരുന്ന്, ആരെ കൊല്ലുന്ന കാര്യമായി പറയുന്നത്? അവൻ എന്നോട് പറയാം, അവൾ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴവൻ എന്നോട് പറഞ്ഞു, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ഒരു പേന മോഷ്ടിച്ചു. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, എൻ്റെ അടുത്തിരുന്ന പെൺകുട്ടി എൻ്റെ നേരെ കരം ചൂണ്ടി അധ്യാപകനോട് പറഞ്ഞു, ആ പേന എടുത്തത് ഞാനാണെന്ന്. അധ്യാപകൻ എനിക്ക് 2 അടിയടിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നു. അപ്പച്ചനോടും അമ്മച്ചോടും സംസാരിച്ചപ്പോൾ പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ, ക്ലാസ്സിൽ വരുന്ന പ്രശ്നമില്ല. അന്ന് എൻ്റെ പഠനം അവസാനിച്ചു. പക്ഷേ അവൾ പഠിച്ചു നല്ല നിലയിലായി, ഒരു ജോലിക്കാരിയായി. ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, ഒരു ദിവസം ഒരിടവഴിയിലൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ നടന്നു വരുമ്പോൾ ഇവൻ വഴിയിൽ തടഞ്ഞു നിർത്തി. എടി, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നീ സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട, നിന്നെ ഞാൻ കൊല്ലും. അവൾ വാവിട്ട് കരയാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി പറയും. നീ വീട്ടിൽ പോയെന്നും പറയണ്ട, പറഞ്ഞാലും കാര്യമില്ല, ഞാൻ വീട്ടിലുള്ളവരെ വന്ന് കൊല്ലും. ഇവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. ഇവൻ പറയുകയാണ്, നിന്നെ ഞാൻ ഇപ്പോഴൊന്നും കൊല്ലുകയില്ല, ഇഞ്ചിഞ്ചായിട്ട് നിന്നെ കൊല്ലുകയുള്ളൂ. നീ എൻ്റെ ജീവിതം നശിപ്പിച്ചവളാണ്. ഇവരുടെ പള്ളി ഒരു കുരിശു ഭാഷയിലാണ്. ഈ വലത് സൈഡിലാണ് ആ പെൺകുട്ടി നിൽക്കാറുള്ളത്. ഇവനാണെങ്കിൽ ആനവാതക്കിലേ നിൽക്കുകയുള്ളൂ. എന്നാലല്ലേ വരുന്നവരും പോകുന്നവരെയൊക്കെ യാത്രയാക്കാൻ പറ്റുകയുള്ളൂ. ഈ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഈ ഇടതുവശത്ത് അവൻ വന്ന് നിൽക്കും. കണ്ണടച്ച് ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിക്കകത്ത് വെച്ച് അവൻ കൈകൊണ്ട് കാണിക്കും, നിന്നെ ഞാൻ ശരിയാക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, എത്രയോ വർഷം പഴക്കമുള്ള കാര്യമായത്, നീ ക്ഷമിച്ചാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോൾ അവൻ എന്നോട് പറയുകയല്ലേ, അവളോട് ക്ഷമിച്ചിട്ട് നിങ്ങൾ പറയുന്ന പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണ്ട. 3 മണിക്കൂർ നേരം ഞാൻ അവനോട് സംസാരിച്ചു. എൻ്റെ സംസാരം കൊണ്ട് കാര്യമായ മെച്ചമൊന്നും ഉണ്ടായില്ല. അവസാനം അവൻ കൈ പുറകോട്ട് കെട്ടി
കഴുത്ത് പതിയെ നീട്ടിത്തന്നു. വേണേ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോളാൻ. എന്നിട്ടും ഞാൻ അവൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും പറയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ അവൻ എന്നോട് പറയുകയാണ്. നിങ്ങൾക്ക് കേൾക്കണോ അവൻ എന്നാ പറയുന്നതെന്ന്? അവൻ എന്നോട് പറയുകയാണ്, ഈ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ നന്നായി എന്ന് വിചാരിക്കണ്ട. ഞാൻ ധ്യാനം കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ടല്ല അവളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി ഒരു കത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കത്തി കൊണ്ട് അവളെ കുത്തി 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 കൊല്ലും. എന്നിട്ട് ആ രക്തം പുരണ്ട കത്തിയും പിടിച്ചുകൊണ്ട് ഒരാഴ്ചത്തെ ധ്യാനത്തിനും കൂടെ ഞാൻ പോട്ടെ ആശ്രമത്തിൽ വരും. എന്നിട്ട് നല്ലൊരു കുമ്പസാരം നടത്തും, നല്ലൊരു കൗൺസിലിംഗ് നടത്തും. ആ കത്തിയും പിടിച്ചുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയും. അപ്പോൾ അനേകം പെൺകുട്ടികൾക്ക് അത് ഗുണപാഠമായി തീരുമെന്ന്. പല ടൈപ്പിലുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് നമ്മൾ ആദ്യം കാണുകയാണ്. അവൻ എന്നെ കളിയാക്കിയിട്ട് പോയി. പക്ഷേ എൻ്റെ മനസ്സിലൊരു പ്രയാസം. അവൻ ദൈവാനുഗ്രഹം പ്രാപിക്കാതെയാണല്ലോ പോകുന്നത്. അവൻ ധ്യാനമന്ദിരത്തിലേക്കാണ് പോയത്, ധ്യാന ഹാളിലേക്ക്. ഞാൻ പോട്ടെ ആശ്രമത്തിൻ്റെ ചാപ്പലിലേക്ക് പോയി. ആ ചാപ്പലിൽ പോയി മുട്ടുകുത്തി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആ മകനിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, ആ മകൻ്റെ ഉള്ളിലെ വെറുപ്പ് എടുത്തു കളയണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ശുശ്രൂഷ കഴിയുമ്പോൾ വൈകുന്നേരം പോയി പള്ളിയിൽ പോയി അവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. ധ്യാനം കഴിഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞു. എൻ്റെ ക്ലാസ്സും ശുശ്രൂഷയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ മുറിക്കകത്ത് വന്ന് ഉറക്കം ആരംഭിച്ചു. ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിക്കൽ ആരോ വന്ന് മുട്ടുന്നു. ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റത് കൊണ്ട് ലൈറ്റ് ഇടുന്ന കാര്യം വിട്ടുപോയി. കതക് പെട്ടെന്ന് തുറന്നു. ഇവൻ മുറിക്കകത്തോട്ട് കയറി എന്നെ കയറി വട്ടം പിടിച്ചു. ഞാനും നിലവിളിച്ചു, അവനും നിലവിളിച്ചു. ലൈറ്റ് ഇട്ടപ്പോൾ നമ്മുടെ കക്ഷിയാണ്. എടാ മോനെ, നീ എന്ത് പരിപാടിയായി കാണിച്ചത്? ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല. ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് ഈ പാതിരാത്രിയിൽ മനുഷ്യനെ പേടിപ്പിക്കാൻ? നീ എന്നോട് അന്ന് സംസാരിച്ച കുട്ടിയുടെ കാര്യമാണോ? അതെ, അവളുടെ കാര്യം തന്നെ. എന്താ സംഭവിച്ചത്? അത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുകയാണ്. നിങ്ങളിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് പറയല്ലേ? ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയല്ല. ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കണ്ണ് തുറന്ന് എന്നാ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയണം. അതുകൊണ്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് അറിയാതെ അടഞ്ഞടഞ്ഞ് വരുന്നത് പോലെ എനിക്ക് തോന്നി. കണ്ണടച്ചപ്പോൾ ഒരു പച്ച പുൽപ്പരപ്പ്. ആ പുൽപ്പരപ്പിന് മുകളിലൂടെ കുറേ ആട്ടിൻകുട്ടികൾ. ഞാൻ നോക്കുമ്പം ഈശോ അതിലെ നടന്നു വരികയാണ്. ഈശോയുടെ തൊട്ടരികിൽ ഞാൻ ഈ കൊല്ലാനിരിക്കുന്ന പെൺകുട്ടിയുണ്ട്. ഈശോ അവളുടെ തലയിൽ ഇങ്ങനെ തലോടുന്നത് ഞാൻ കാണുകയാണ്. ഈ ടി വിയിലൊക്കെ കാണുന്നത് പോലെ ബ്രദറെ എന്ന് പറഞ്ഞാണ് അവൻ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു എന്നവൻ എന്നോട് പറയുകയാണ്. ഈശോയ്ക്ക് ഇത്രയും ബന്ധമുള്ള, ഈശോയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, ഈശോയുടെ ഇത്രയും അടുപ്പമുള്ള ഈ പെൺകുട്ടിയാണല്ലോ അനേക വർഷങ്ങളായി കൊല്ലണം എന്ന് കരുതി ഞാൻ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഒരാളെ കൊല്ലുക എന്നതാണല്ലോ. ഇതാണോ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഒരാളെ കൊല്ലുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് പരിഹാരമാകുമോ? അന്ന് അവൾ ആ പറഞ്ഞതിന് എതിരായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ഇത്? അവൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്. തെറ്റിദ്ധരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ചെറുപ്പത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അതിപ്പോഴും ഞാൻ ഓർത്തിരുന്നിട്ട് എന്ത് കാര്യം? അതൊന്ന് ഒരുപക്ഷെ അവൾക്ക് സംഭവിച്ച തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അവൾ അറിയാതെ പറഞ്ഞൊരു കാര്യമായിരിക്കാം. എന്തായാലും ഒരാളെ കൊല്ലുക എന്നുള്ള പരിപാടി അത് വേണ്ടായെന്ന് വെക്കാൻ ഞാൻ തീരുമാനമെടുത്തു. കർത്താവേ, ഞാൻ അവളോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് തീർന്നില്ല. എൻ്റെ നാവങ്ങ് തളിര് പോലെയായി പിടിച്ചിട്ട് കിട്ടുന്നില്ല. തത്തത്തത്തത്തന്നായി സംസാരിക്കുമ്പോൾ തന്നെ സ്വരം വേറൊന്ന് പുറത്തേക്ക് വരുന്നു. ഭാഷാപരത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ആ ധ്യാനത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഭിഷേകമുള്ളവനായി പോയത് ആ ചെറുപ്പക്കാരനായിരുന്നു. ജോയേൽ 2:28 അവസാന നാളുകളിൽ എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. അവസാന നാളുകളിൽ എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് അവസാന നാളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ?
ഇത് അവസാന നാളാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന് 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജോയേൽ പ്രവാചകനാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇത് അവസാന നാളാണെന്ന്. പത്രോസ് അപ്പസ്തോലൻ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലയോ സഹോദരന്മാരെ, ഇവർ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരല്ല, ഇത് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. അവസാന നാളുകളിൽ എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ഏതാണ് അവസാന നാളുകൾ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:1 പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ അവസാന നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവസാന നാൾ ആരംഭിച്ചിട്ട് എത്ര കാലമായി? 2017 വർഷമായി. അവസാന നാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് വേർതിരിച്ച് കാണാനൊന്നും പറ്റുകയില്ല എങ്കിലും പഴയ നിയമം പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടം, പുത്രനായ ഈശോയുടെ കാലഘട്ടം. ഈശോ പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. നമുക്കൊരിക്കലും വേർതിരിക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. എന്നാൽ പിതാവിനെതിരായി മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യന് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ചു. ഈശോ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും. അവൻ അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവം മാത്രമല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയും ശക്തിയും ദൈവവുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റുന്നത്. അവൻ എന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ, അവൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പറ്റും. ബൈബിൾ പറയുന്നുണ്ടല്ലോ, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നതാണ്. യോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ ഈശോയെ കുറിച്ച് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഞാൻ വെളുത്തതായി ജനിക്കണോ, കറുത്തതായി ജനിക്കണോ, ആണായി ജനിക്കണോ, പെണ്ണായി ജനിക്കണോ, ദരിദ്രനായി ജനിക്കണോ, സമ്പന്നനായി ജനിക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനാണ് എങ്കിൽ നമ്മുടെ മനസ്സിനേറ്റിരിക്കുന്ന സകല മുറിവുകളും ഉണക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ 2 പ്രതീകങ്ങളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. അതിലൊന്ന് പ്രാവാണ്, മറ്റൊന്ന് എണ്ണയാണ്. എണ്ണ ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ കണ്ടു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എണ്ണയെങ്കിൽ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മനസ്സിനേറ്റിരിക്കുന്ന എത്ര ആഴമുള്ള മുറിവും, ചില വ്യക്തികൾ പറഞ്ഞത് ചെയ്തത് ഒക്കെ മനസ്സിൽ മുറിവായി കിടക്കുന്നു. പക്ഷേ ആത്മാവിൻ്റെ വരവിൽ ആ മുറിവെല്ലാം മാറിപ്പോവുകയാണ്, ഉണങ്ങുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.